പിണറായി വിജയനെയാണെങ്കിൽ ടാർഗറ്റ് ചെയ്തുള്ള ഒരു അറ്റാക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരുപാട് ആരോപണങ്ങളുണ്ട്. എന്നിട്ടും പിണറായിയുടെ ഒരു വ്യക്തിപ്രഭാവം നഷ്ടപ്പെടാതിരിക്കുന്നത് അതെന്തുകൊണ്ടാണ്? അതെ, നിങ്ങൾക്ക് ഒരു എല്ലാ പ്രശ്നങ്ങളുള്ള കാലത്ത് ശക്തനായ നേതാവ് വേണം. അങ്ങനെ നേതാവ് ഏതല്ലാത്ത സുരേഷ് ഗോപി ഭാവിയിൽ എമർജ് ചെയ്ത് വരും. അപ്പൊ സുരേഷ് ഗോപിയാവും. ഇപ്പൊ സുരേഷ് ഗോപി കുറച്ച് ടൈം എടുക്കും. ആ രാഷ്ട്രീയ പാർട്ടി കൂടി വളർന്നു വരേണ്ടത്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കേരള പാർട്ടി അങ്ങനെ കയ്യിലാണ്, ദേശീയ പാർട്ടി അങ്ങയുടെ കയ്യിലാണ്. അപ്പം ക്യാബിനറ്റിൽ ഒറ്റ വോയിസ് ഉള്ളൂ. മറ്റേതല്ല 100 വോയിസ് ഒരു കാര്യവും നടക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ ഭേദപ്പെട്ട ആളല്ലേ തിരഞ്ഞെടുക്കാൻ പറ്റും. ഇപ്പൊ ഉമ്മൻചാണ്ടിയൊക്കെ സാധക ലൈവായിരുന്നെങ്കിൽ എനിക്ക് ഓർമ്മയില്ല എങ്ങനെ ഉണ്ടാവുന്നത്. പക്ഷെ അത് വരുന്നില്ലല്ലോ. ഇപ്പൊ ഒരേ ഒരു നേതാവേ കേരളത്തിലുള്ളൂ. എമർജ് ചെയ്ത് വരുന്നത് സുരേഷ് ഗോപിയാണ്. അതിന്റെ മുമ്പപ്പോൾ ഒരേ ഒരു നേതാവ് പിണറായി വിജയൻ. നാട്ടുകാർക്ക് അവരുടെ ജീവിതത്തെ ഈ അന്തം ടീംസിന് അത് മനസ്സിലാവില്ല. പക്ഷെ ഇവിടെ ആര് ഭരിക്കണം തീരുമാനിക്കുക 5 തൊട്ട് 10% വരെ വോട്ട് ചെയ്യുന്ന ആളുകളാണ്. നിങ്ങളൊക്കെ ചിലപ്പോൾ ആ കൂട്ടത്തിലായിരിക്കും. അപ്പോ നിഷ്പക്ഷരായ ആളുകൾ, അവരെ സംബന്ധിച്ച് അവരുടെ ജീവന് ഭീഷണിയാവുന്ന തീരുമാനത്തിൽ അവർ പോകില്ല. പക്ഷേ താങ്കൾ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നതിലുപരി ഒരു വ്യക്തി എന്ന നിലയിൽ പിണറായി വിജയനെ വിലയിരുത്താൻ പറഞ്ഞാൽ അദ്ദേഹം ഒരു നല്ല രാഷ്ട്രീയ നേതാവാണ്, നല്ലൊരു വ്യക്തിയാണ്, എങ്ങനെ വിലയിരുത്തും? പിണറായി ഒരു നല്ല ഷൂഡ് രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹത്തിന് എല്ലാ സാഹചര്യങ്ങളും എതിരായിട്ട് വന്ന് വളരെ താഴെത്തട്ടത്ത് വളർന്നു വന്ന ആളാണ്. അദ്ദേഹത്തെ വിഷയം ഉണ്ടായി. അദ്ദേഹം 110 വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിൽ അദ്ദേഹം അന്ന് എന്ത് ചെയ്യണം അദ്ദേഹം ആലോചിച്ച് വെച്ചിട്ടുണ്ടോ? നരേന്ദ്രമോദിന്റെ അദ്ദേഹം ഏറ്റവും രാഷ്ട്രീയക്കാരത് രാഷ്ട്രീയം രണ്ടാം തരുന്നു. അത്രയും ഷൂഡാണ്. അങ്ങനെയാണ് ഈ പറയുന്നതിന്റെ അതി ക്രിസ്ത്യാനികളെയൊക്കെ അദ്ദേഹം പണ്ട് ക്രിസ്ത്യാനികളെ വിളിച്ചുകൊണ്ട് നികൃഷ്ട ജീവി എന്ന് ബിഷപ്പുകാരെ വിളിച്ച് അദ്ദേഹം സഭയുടെ സ്വന്തം ആളാണ്. അതുപോലെ ഈ മുസ്ലിം ബോഡി വേഷ് എന്ന് പ്രവാചകന്റെ മുടിയെ ആക്ഷേപിച്ച ആളെന്ന് എല്ലാ മുസ്ലിം സംഘടനകൾക്കും സ്വന്തം ആളാണ്. ആ രീതി അദ്ദേഹം വളർന്ന് ആ രീതിയിലെ കരുനീക്കങ്ങൾ ആ NSS ആയിട്ട് മാത്രം അദ്ദേഹം തെറ്റിയത്. അത് അദ്ദേഹത്തിന് വലിയ വീഴ്ചയായിപ്പോയി. എന്തുകൊണ്ടാണ് എനിക്കിപ്പോൾ മനസ്സിലാകുന്നില്ല അദ്ദേഹം പഠിക്കും. കാരണം NSS പ്രത്യേകിച്ച് ഒരു ആവശ്യം പറഞ്ഞില്ല. ഒന്ന് മന്നത്ത് ആചാര്യന്റെ ജന്മദിനം, മന്നം ജയന്തി ഈ ബാങ്കിങ് ടാക്സ് സെക്ടറിനോട് ബാധകമാണ് നോൺ നെഗോഷ്യബിൾ ആക്ട് അനുസരിച്ചിട്ട് അവധിയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു നിവേദനമാണ് അവർ കൊടുത്തത്. അപ്പൊ അത് ഇപ്പൊ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. പലതും കൊടുത്തു. ഇനി അതിന് കൂടുതൽ കൊടുക്കാൻ പറ്റില്ല, നിർവാഹമില്ല എന്ന് പറഞ്ഞിട്ട് ലെറ്റർ അയച്ചു എന്നാണ് ഞാൻ കേട്ടത്. പിന്നെ അദ്ദേഹം പിണറായി കണ്ട് ചോദിച്ചപ്പോൾ ഒന്നും കൂടി ലെറ്റർ അയക്കാൻ പറഞ്ഞു. ഒന്നും കൂടി ഒരു നിവേദനം കൂടെ അത് കൊടുത്ത സമയത്തും ഇതുപോലെ കൂടുതൽ കൊടുക്കാൻ നിർവാഹമില്ല. എനിക്കൊന്ന് 13 എണ്ണത്തിനെ കൊടുക്കാൻ പറ്റുള്ളൂ ഒരു സംസ്ഥാനത്ത്. അത്തരം നോൺ നെഗോഷ്യബിൾ ആക്ട് അനുസരിച്ച് ഓൾറെഡി 13 കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി വേണമെങ്കിൽ അവർക്ക് കൊടുക്കാമായിരുന്നു. പിന്നെ അത് ചിലപ്പോൾ അവിടെയുള്ള ചില നയർ വിരോധികളുടെ കുത്തിത്തിരിപ്പായിരിക്കാം ചിലപ്പോൾ. പിന്നെ അതും NSS കാര്യമാക്കിയിട്ടില്ല. അതൊക്കെ അവർക്ക് മനസ്സിലാവും. NSS അങ്ങനെ അനാവശ്യമായിട്ടൊന്നും വാശി പിടിക്കുന്ന സംഘടന പറഞ്ഞാൽ പറഞ്ഞു പോകാം. ശബരിമല വിഷയം വന്നപ്പോൾ അവർ ഒന്നും ചെയ്യരുത്. പിണറായി എന്ന നേതാവിനെ പൊതുവെ ആൾക്കാരെ വിലയിരുത്തുന്ന ഒരു ക്രൂരനാണ്, ആരുമായിട്ട് സഹകരിക്കില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു ഇമേജ് ശരിക്കും അങ്ങനെയാണ്. അല്ല, അങ്ങനെ ഇമേജ് മൂപ്പര് ബോധവും നിലനിർത്തുക അലവലാദികളൊക്കെ ചുറ്റും കൂടാതിരിക്കാൻ വേണ്ടിയിട്ട്. മൂപ്പര് ഈ പറഞ്ഞ നിങ്ങൾ മനസ്സിലാക്കാത്ത കാര്യം, മൂപ്പരെ മുമ്പ് കൂടെ ഉണ്ടായത് പലരും ഇപ്പം കൂടെ അല്ല. കാരണം ഇവരെല്ലാം തന്നെ മൂപ്പരെ വിറ്റ് കാശാക്കാന്ന് വിചാരിച്ചായിരുന്നു. ഓരോരുത്തരും പിടിച്ച് പുറത്തായി. നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ പലരും കൂടെ ഇല്ല. ഈ രവീന്ദ്രനൊക്കെ അവർക്ക് അത്രയും വിശ്വാസമുള്ളതുകൊണ്ടാണ് രവീന്ദ്രനെ നിർത്തിയത്. രവീന്ദ്രൻ പിണറായിക്ക് ഗുണമേ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് രവീന്ദ്രൻ ഇഷ്ടം ഉണ്ടാവില്ല. പിണറായിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രവീന്ദ്രൻ അസറ്റാണ്. അതുകൊണ്ടാണ് നിലനിർത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ഷൂഡ് പൊളിറ്റീഷ്യനാണ്. ഷൂഡ് പൊളിറ്റീഷ്യൻ എന്ന രീതി കണ്ടാൽ മതി. മനുഷ്യൻ രീതിയിലൊന്നും വിലയിരുത്തേണ്ട ആവശ്യമില്ല. അത് അദ്ദേഹത്തെ ഭാര്യ മക്കൾ വിലയിരുത്തുക നമ്മുടെ കാര്യമല്ല. ഇത് ഷൂഡ് പൊളിറ്റീഷ്യൻ.